നരേന്ദ്രന്റെ പെണ്ണ്. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഏത്? ആ വിധവയോ? അവളാണോ ഒളിച്ചോടിയേ? എപ്പോ? ആരുടെ കൂടെ ഓടിപ്പോയേ? അയ്യോ, ആരാ പറഞ്ഞേ? ചായക്കടയിൽ ചർച്ചകൾ പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പിള്ളേച്ചൻ റോഡിലൂടെ പോകുന്ന ദേവസിയെ കണ്ടേ. ഓയ് ദേവസിയേട്ടാ, ഓയ് ദേവസിയേട്ടാ, നിങ്ങൾ അറിഞ്ഞോ? ആ നരേന്ദ്രന്റെ പെണ്ണ് ഒളിച്ചോടിപ്പോയി. ഏ? ആര്? ആ വിധവയോ? ആ ആന്നേ. അല്ലേലും അവളെ കണ്ടാലേ അറിയായിരുന്നു അവളൊരു പോക്ക് കേസാണെന്ന്. വന്ന് കേറി 3 കൊല്ലം തികയും മുന്നേ കെട്ടിയോനെ കൊന്നു. ദാ ഇപ്പൊ 6 മാസം തികയും മുന്നേ ഒളിച്ചോട്ടു. ഇവളെയൊക്കെ ഉണ്ടല്ലോ മുള്ളുമുരിക്കൽ കെട്ടിയിട്ട് അടിക്കണം, നല്ലവണ്ണം ജീവിക്കുന്ന പെൺപിള്ളേരെ കൂടി പറയിപ്പിക്കാൻ. ഷേ, ഹോ, എന്നാൽ ഇത് കുറെ കടുപ്പമായി പോയി കേട്ടോ. ഈ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ അല്ലേ? അല്ല, അവള് ആരുടെ കൂടാ പോയെന്നെങ്ങാനും വല്ലോ അറിഞ്ഞോ? ഏ? അപ്പൊ അതറിഞ്ഞില്ലേ നിങ്ങള്? ആ ശിവന്റെ ഒപ്പമാ പോയെ. ഏത് ശിവൻ? നരേന്ദ്രന്റെ ചങ്ക്, ആ ലോറിക്കാരനോ? ആ, അവൻ തന്നെ. ആഹാ, അതിപ്പോ കൂട്ടുകാരൻ പോയപ്പോ അവൻ അവൾക്കൊരു കൂട്ടു കൊടുത്തു. അതൊക്കെ ഇത്ര വലിയ തെറ്റാണോ? ആണോ നായരേട്ടാ? ഓ, എന്തോന്ന് തെറ്റ്. 6 മാസം ഒറ്റയ്ക്ക് അവൾ കിടന്നില്ലേടാ. അവൾക്കും വേണ്ടേടാ ആണൊരുത്തന്റെ ചൂടും ചൂരുമൊക്കെ. ഹഹഹഹ. അന്നത്തെ ദിവസം മുഴുവൻ ചൂടുള്ള ചായക്കൊപ്പം പോയ കടി പരിപ്പുവടയോ ഉഴുന്നുവടയോ പഴംപൊരിയോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് നരേന്ദ്രന്റെ പെണ്ണായിരുന്നു. മോശം പറയരുതല്ലോ. സംഭവത്തിന് വല്ലാത്ത വിറ്റുവരവായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം നായരുടെ ചില്ലുകൂടുകൾ അന്ന് കാലിയായി. എണ്ണ കുതിർന്ന പേപ്പർ മാറ്റുന്നതിനിടയിൽ നായർ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഫോട്ടോയിലേക്കൊന്ന് നോക്കി. ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു പെണ്ണിന്റെയെങ്കിലും ഒളിച്ചോട്ടമോ ഏതെങ്കിലും ഒരു അവിഹിതമോ ഒന്നും പറ്റില്ല, ഒരു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊസ്രാക്കൊള്ളി ഒന്ന് ഒപ്പിച്ചു തരണേ ഗുരുവായൂരപ്പ. വാർത്തയിലെ വലിയ സത്യമൊന്നുമില്ലെങ്കിലും ഞാനതങ്ങ് പൊലിപ്പിച്ചോളാം. 2 ആള് ചേർന്ന് വല്ലോരുടെയും കുറ്റം പറയുന്ന കേട്ടാൽ 4 ആള് അതെന്താണെന്നറിയാൻ ചുറ്റും കൂടും. പിന്നീട് 10 പേരതങ്ങ് ഏറ്റെടുക്കും. പിന്നെ അത് ചർച്ചയായി, തർക്കമായി, തീരുമാനമായി. ഹോ, രാവിലെ മുതൽ എന്റെ ചായക്കട മൊത്തം ആളായിരിക്കും. ഇന്നത്തെ പോലെ 10 കാശ് മേശമേൽ വീഴുകയും ചെയ്യും. പൊഴിയാൻ ബാക്കിയുള്ള 6-7 പല്ലുകൾ പുറത്തു കാട്ടി അയാൾ വെളുക്കെ അങ്ങ് ചിരിച്ചു നിന്നു. ഈ പോക്ക് പോയാൽ തനിക്ക് ഞാൻ കുറെ ഉണ്ടാക്കി തരും. തന്റെ കണക്ക് പുസ്തകം ഞാൻ എഴുതി കൂട്ടി കണക്കാക്കുന്ന ദിവസം ഉണ്ടല്ലോ. പൊന്നു മോനെ കൃഷ്ണൻകുട്ടി, തന്നെ ഞാൻ ജീവനോടെ എണ്ണയിലിട്ടങ്ങ് വറക്കും. സമയം ഒന്ന് ആയിക്കോട്ടെന്ന് കരുതി ഞാൻ വെയിറ്റിംഗിലാ. പണി പുറകെ വരുന്നുണ്ട് അവറാച്ച സ്റ്റൈലിൽ നായരെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ നല്ല മാന്യമായി ആ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്ലേലും ജീവിതത്തിൽ ആരാണ് മനസ്സമാധാനം ആഗ്രഹിക്കാത്തത്? എന്താ ശിവ, എന്താ നിന്റെ ഉദ്ദേശം? രാവിലെ നീ ഒരുത്തിയെ വിളിച്ചുകൊണ്ട് അകത്തിരുത്തിയിട്ട് ഇറങ്ങിപ്പോയ പോക്കാണ്. ആ കൊച്ച് ഈ നിമിഷം വരെ ഒരു വഹ സംസാരിച്ചിട്ടില്ല. ഒരു വറ്റ ആഹാരം കൈകൊണ്ട് തൊട്ടിട്ടില്ല. മുന്നിൽ നിൽക്കുന്ന അച്ഛന്റെ ചോദ്യത്തിൽ ശിവൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി അകത്തേക്ക് നടന്നു. പുറകെ അച്ഛനും അമ്മയും അവന്റെ പെങ്ങളും. മുറിയിലെ വെട്ടം തെളിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. രാവിലെ ഇരുന്ന് ഇരിപ്പാണെന്ന് തോന്നുന്നു. ഇതുവരെ ആഹാരം കഴിക്കാത്തതിന്റെ ക്ഷീണം ആ മുഖത്ത് വ്യക്തമായി കാണുന്നുണ്ട്. മയക്കം പിടിക്കാൻ തുടങ്ങിയ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളെ വിളിച്ചുണർത്തി. ഗായത്രി, ഗായത്രി. ഉം എഴുന്നേൽക്ക്, എന്തെങ്കിലും കഴിക്കാം. വേണ്ട. അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി. എന്താ, നിരാഹാര വ്രതം വല്ലതും ആണോ നിനക്ക്? അവള് മറുപടിയൊന്നുമില്ലാതെ മുഖം താഴ്ത്തി. ബാ, എഴുന്നേൽക്ക്. അവനെ അനുസരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കിയതും അവൾ തല ചുറ്റി അവന്റെ കൈകളിലേക്ക് തന്നെ വീണു. ഗായത്രി, ഗായത്രി. എടോ അമ്മേ, ചിപ്പി ഇത്തിരി വെള്ളം എടുത്തേ. മുഖത്ത് വെള്ളം വീണതും അവള് കണ്ണ് ചിമ്മി തുറന്നു. കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ദേഷ്യം കൊണ്ട് മുറുകിയ മുഖവുമായി നിൽക്കുന്ന ശിവനെയാണ്. ഇവരൊക്കെ പകല് ഒരുപാട് തവണ കഴിക്കാൻ വിളിച്ചിട്ടും താൻ ചെന്നില്ലെന്നറിഞ്ഞു. ഗായത്രി, ഈ പരിപാടിയാണ് താൻ കൊണ്ടുപോകാൻ നടക്കുന്നതെങ്കിൽ ഇതിപ്പൊ ഇവിടെ നിർത്തിക്കോണം, കേട്ടല്ലോ? അവള് തലയാട്ടി. കഴിച്ചു കഴിഞ്ഞതും ശിവൻ ചിപ്പിയെ പിടിച്ചു നിർത്തി. മോളുടെ 1-2 ഡ്രസ്സ് അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം. ഏട്ടന്റെ കൂപ്പിൽ ലേലം പിടിച്ചത് കച്ചവടമായാലേ കയ്യിൽ ഇനി കാശെത്തുള്ളൂ. അതാണ്. പിന്നെയുണ്ടല്ലോ, ഇന്നു മുതൽ അവൾ ഉണ്ടാകും മോളുടെ മുറിയിൽ, മോൾക്കൊപ്പം. ചിപ്പി എന്താ ചോദിക്കാൻ വന്നത് പകുതിയിൽ നിർത്തിക്കൊണ്ട് അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അച്ഛനെയും അമ്മയും കണ്ട് ശിവൻ അവർക്കരികിലേക്ക് ചെന്നിരുന്നു. ചോദിച്ചോളൂ.
അത് വേണ്ട, നീ പറഞ്ഞോ. മടിയിലേക്ക് കിടന്ന ശിവന്റെ മുടിയിൽ തഴുകി അമ്മ പറഞ്ഞു. അവളെ നിങ്ങൾക്കറിയാത്തതൊന്നും അല്ലല്ലോ. ഒരു പരിധിയിലും താഴെ പാവം കുട്ടിയാണ്. അതാണ് അവളുടെ ശാപവും. 18ാമത്തെ വയസ്സിൽ കല്യാണം, 21 തികയും മുന്നേ വിധവ. കഷ്ടം അല്ലേ അമ്മേ? ആ വീട്ടില് അവളുടെ അവസ്ഥ വല്ലാത്ത മോശമായിരുന്നമ്മേ. 18ാമത്തെ വയസ്സിൽ ജോലി കഴിക്കും പോലെ അതിനെ കെട്ടിച്ചു വിട്ടു. കെട്ടിയോൻ ചത്തിട്ട് മോൾ അവന്റെ വിധവയായി അവിടെ തന്നെ നിന്നോട്ടെ എന്ന് കരുതി അതിനെ ആ വീട്ടിൽ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടുകാർ. നരേന്ദ്രന്റെ വീട്ടുകാര് നല്ല ആൾക്കാരായിരുന്നില്ലേ മോനെ? അവന്റെ അച്ഛനും അമ്മയൊക്കെ നല്ലത് തന്നെ. പക്ഷേ അത് വിട്. അവൾ എന്തായാലും ഇനി മുതൽ കുറച്ചുനാൾ ഇവിടെ കാണും. ഇനി നമ്മളായിരിക്കും അവളുടെ കുടുംബം. അത്രയും പറഞ്ഞ് ശിവൻ മോനെ, നാട്ടുകാർ അവർക്ക് പുതിയൊരു ഇരയെ കിട്ടും വരെ ഉള്ളൂ ഈ ബഹളങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഇത് വിട്ട് അതിനു പുറകെ പൊക്കോളും, അല്ലേ അച്ഛാ? പിന്നെ അവൾ എന്തേലും ഇങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ കേട്ടാ മതി കേട്ടോ. ഒന്നും അങ്ങോട്ട് ചോദിക്കണ്ട. ചിപ്പിയോടും കൂടി അമ്മ അതൊന്ന് പറഞ്ഞേരേ. സതീഷേട്ടാ, നാട്ടുകാര് പോട്ടേന്ന് വെക്കാം, പക്ഷെ കുടുംബക്കാരോട് എന്തു പറയും? പിന്നെ കുടുംബക്കാരല്ലേ ഈ വീട്ടിൽ ചിലവിന് അന്വേഷിക്കുന്നേ. ഒന്ന് പോടി. ഇനി ആർക്കെങ്കിലും ചൊറിച്ചില് വല്ലാണ്ട് കൂടുന്നുണ്ടെങ്കിൽ ശിവനോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി. അവനത് മെനക്ക് തീർത്തു കൊടുത്തോളും. എന്തായാലും സമയം ഒരുപാടായി, താൻ വന്ന് കിടക്കാൻ നോക്കിയേ. പിറ്റേന്ന് വല്ലാതെ താമസിച്ചാണ് അവൾ എഴുന്നേറ്റത്. നാളുകൾക്ക് ശേഷം സുഖമായി ഉറങ്ങി. കണ്ണു തുറന്ന് മച്ചിലേക്ക് നോക്കിക്കിടക്കുന്ന ഗായത്രിയും കണ്ടുകൊണ്ടാണ് ചിപ്പി മുറിയിലേക്ക് കയറി വന്നത്. ഉറക്കം തെളിഞ്ഞോ? അത് ഞാൻ ചേച്ചി ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഉറങ്ങി തീരം വരെ വിളിക്കേണ്ടെന്നാ ഏട്ടൻ പറഞ്ഞിരുന്നേ. ഉറക്കം തെളിഞ്ഞെങ്കിൽ വാ, എന്തെങ്കിലും കഴിക്കാം. ഇതേ സമയം നരേന്ദ്രന്റെ വീട്ടില്. ഇത്രയും ദിവസം നീ എവിടായിരുന്നു ഇന്ദ്ര? അതൊരു ഫ്രണ്ടിന് പെട്ടെന്ന് ആക്സിഡന്റ്. പറഞ്ഞു തീർന്നതും ലക്ഷ്മി അവനെ കരണം പുകച്ചടിച്ചു. അമ്മേ, മിണ്ടിപ്പോകരുത്. പ്രായത്തിൽ ഇളയതായിരുന്നെങ്കിലും അവൻ മരിക്കുന്നത് വരെ നീ അവളെ ചേട്ടത്തിന്ന് തന്നെയല്ലടാ വിളിച്ചോണ്ടിരുന്നേ. അവളെ തന്നെ വേണമായിരുന്നോടാ നിനക്ക് കയറി പിടിക്കാൻ. പറഞ്ഞു തിരികെയും അടുത്ത കവളിലും അടി വീണ്ടിരുന്നു. അമ്മേ, അത് ഞാൻ വല്ലാതെ കഴിച്ചപ്പോ നിത്യയാണെന്ന് കരുതി, അറിഞ്ഞോണ്ടല്ല. നിന്റെ ന്യായം കൊള്ളാം. വെള്ളം അടിച്ചാൽ നിനക്ക് ആള് മാറുമെങ്കിൽ നാളെ അപ്പൊ ഞാനാകുമല്ലോ ആ സ്ഥാനത്ത്. അമ്മേ, എന്താടാ കേട്ടപ്പോ പൊള്ളിയോ? അവന്റെ മുഖം താഴ്ന്നു. ഞാൻ ഇറങ്ങുന്നു. ഇത് തരാൻ വേണ്ടി മാത്രമാണ് കാത്തുനിന്നത്. നിത്യ കയ്യിലിരുന്ന താലി ഇന്ദ്രനെ ഏൽപ്പിച്ചു. നിത്യ പ്ലീസ്, അറിയാതെ ഒരു അബദ്ധം പറ്റിയതാ. ഇനി ഒരിക്കലും. എടി പ്ലീസ്, നമ്മുടെ കുഞ്ഞിനെ കരുതിയെങ്കിലും. ആ കുഞ്ഞിനെ കരുതി തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം ഇന്ദ്രേട്ടാ. നാളെ എനിക്ക് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ എത്ര നന്നായി എന്ന് പറഞ്ഞാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഒളിഞ്ഞിരിക്കും. അതെന്നെ ഓരോ നിമിഷവും കൊന്നോണ്ടിരിക്കും. എനിക്ക് വയ്യ ഇന്ദ്രേട്ടാ ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കാൻ. എന്നെ വീട്ടിലൊന്ന് കൊണ്ടാക്കുമോ അച്ഛാ? തലയ്ക്ക് കൈയും കൊടുത്ത് സെറ്റിയിലിരിക്കുന്ന ഇന്ദ്രന്റെ അച്ഛന്റെ അടുക്കിലേക്ക് നിത്യ ചെന്നു. അച്ഛനും അമ്മയും എന്റെ മുന്നിൽ ഇങ്ങനെ തലകുനിഞ്ഞ് നിൽക്കല്ലേ, എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. മോളെ, ഒന്നും പറയണ്ട അച്ഛാ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മോന്റെ ഈ പ്രവൃത്തിയിൽ തെറ്റുകാരല്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ശീലങ്ങളും തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ എത്ര നല്ല ഫലം തരുന്ന മാവിലും കാണില്ലേ പുഴുക്കത്തുള്ള ഒന്ന് രണ്ടെണ്ണം. ഇതിനെയും അച്ഛൻ അങ്ങനെ കണ്ടാൽ മതി. ഇന്ദ്രനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ ആ അച്ഛന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. മോൾ ഇവിടുന്ന് പോയാലും നീ എന്നും ഞങ്ങളുടെ മോള് തന്നെയാണ് കേട്ടോ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും അച്ഛാ. ഇവിടുന്ന് പോകുന്നത് അച്ഛന്റെ മകന്റെ ഭാര്യാപദവി ഉപേക്ഷിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളുടെ മകള് തന്നെ ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും എന്നും ഈ കുഞ്ഞിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും. മോളെ, ഇറങ്ങ അച്ഛാ. ഈ മുഖം ഇനിയും കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. പോകാം. ഇറങ്ങും മുന്നേ നിത്യ ഇന്ദ്രനെ തിരിഞ്ഞു നോക്കിയില്ല. കൈവെള്ളയിലിരുന്ന ജീവിതവും സ്വന്തം കുഞ്ഞും എന്നേക്കുമായി കൺമുന്നിൽ നിന്ന് അകന്നു പോകുന്നത് നോക്കി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇന്ദ്രൻ ഏങ്ങി. രാത്രിയിൽ ചിപ്പിയോടൊപ്പം കിടക്കുന്ന നേരമാണ് ഗായത്രി അവളോടെല്ലാം പറഞ്ഞത്. മകൻ മരിച്ചിട്ടും ഗായത്രിയുടെ കുടുംബത്തിലെ പ്രാരാബ്ദം കാരണം നരേന്ദ്രന്റെ അമ്മയും അച്ഛനും അവളെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തിയതും മകളുടെ സ്ഥാനത്ത് കണ്ടതും കോളേജിൽ പിന്നെയും പഠിക്കാൻ വിട്ടതുമൊക്കെ അവള് ചിപ്പിയോട് ഓരോന്നായി എണ്ണി. ആദ്യമൊക്കെ ഇന്ദ്രൻ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. പതിയെ സ്വഭാവം മാറി. അത് വികൃതമായെന്നറിയുന്നത് ആരും വീട്ടിലില്ലാതെ നേരം നോക്കി തന്നെ അവൻ കീഴടക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പിന്നെ അവിടെ നിൽക്കാൻ മനസ്സ് വന്നില്ല. പക്ഷേ അമ്മ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ സത്യമെല്ലാം അമ്മയുടെ മുന്നിൽ തുറന്നു പറയേണ്ടി വന്നു. ഒക്കെ പറഞ്ഞു തീർന്നപ്പോൾ കണ്ടു നിത്യയെയും. ഒരു മകൻ ആക്സിഡന്റിൽ നഷ്ടമായി. ബാക്കിയുള്ള ഒന്നിനെ കൂടി അവരിൽ നിന്ന് പിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അവിടെ നിറങ്ങി. ചെന്നത് വീട്ടിലാണ്. ആദ്യം കണ്ട സ്നേഹം അവിടെ നിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ മുഖത്തു നിന്നും മായുന്ന കണ്ടു. പിന്നീട് 2 ദിവസം പെൺകുട്ടികൾ കുറച്ചൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ നടിച്ച് ജീവിച്ചാലേ കുടുംബജീവിതം നന്നായി പോകുന്നുള്ള ക്ലാസ് അനിയത്തിമാർക്ക് അമ്മ എപ്പോഴും എടുക്കുന്നത് കണ്ടു. ഉപദേശം അവർക്കായിരുന്നെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും എന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ജീവിതത്തോട് തന്നെ ആകെ മടുപ്പ് തോന്നി. അപ്പൊ പിന്നെ ആർക്കും വേണ്ടാത്ത ഈ ജീവിതമങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് ഞാൻ കരുതി. അങ്ങനെയാ നിലംകൊല്ലി മടയിലേക്ക് പോയത്. ആ കൊക്കയിലേക്ക് വീണാൽ ശവം പോലും കിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ശവം ദഹിപ്പിക്കേണ്ട കാര്യവും വരുന്നില്ലല്ലോ. അതാകുമ്പോ എല്ലാവർക്കും ഉപകാരമായി. പക്ഷെ ആ രാത്രിയിൽ ചെന്നുവിട്ടത് കൂപ്പുലേലം കഴിഞ്ഞു വരുന്ന ശിവൻചേട്ടന്റെ മുന്നിലേക്കാ. പിന്നെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരും വഴി ആ രാത്രിയിൽ കുറച്ച് നാട്ടുകാർ എന്നെ ഏട്ടന്റെ കൂടെ കണ്ടു. അതോടെ ഒളിച്ചോട്ടമായി അവിഹിതമായി. ഗായത്രിയുടെ കണ്ണ് നിറഞ്ഞു. അടുത്ത പാർട്ടും കൊണ്ട് സ്റ്റോറി കഴിയൂട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുള്ളൂ. നന്ദി.